നന്നായി കഴിച്ചും കുടിച്ചും ജീവിച്ചിട്ട് വയസ്സാവുമ്പോ ഇനി ഇതൊക്കെ മതി അയാൾക്ക്. അച്ഛന് അല്ലെങ്കിൽ വാപ്പാക്ക് ഇനി തണുത്ത ചോറങ്ങ് കൊടുത്താ മതി, തണുത്ത ചായ വച്ചാ മതി, ആർക്കും വേണ്ടാത്ത രാവിലത്തെ പുളിച്ച തോരൻ കൊടുത്താ മതി എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇങ്ങനൊരു അപകടം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. തെറ്റിനെ ന്യായീകരിക്കുന്നതല്ല, തെറ്റിനെ തെറ്റുകൊണ്ട് പരിഹരിച്ചുകൂടാ എന്ന നിയമവ്യവസ്ഥ. ചീനിക്കുഴിയിൽ നടന്ന ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞപ്പോ കേട്ട വാർത്തകൾ മനസ്സ് മടിപ്പിക്കുന്നതായിരുന്നു. മോനെയും മരുമകളെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും വയോധികനായ ഹമീദ് വകവരുത്തി എന്ന്. ഹമീദ് അത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം. ഹമീദിന്റെ സ്വത്തെല്ലാം മകന് കൊടുത്തു. മകന്റെ കൂടെ കഴിയുകയാണ് അയാൾ. ഹമീദ് പണിഞ്ഞ വീടടക്കം 58 സെന്റ് വസ്തു ഇടുക്കിയിലെ ചീനിക്കുഴിയിൽ ഉണ്ട്. അതിപ്പോൾ മകന്റെ പേരിലാണ്. മകനും കുടുംബവും ആ വീട്ടിലുണ്ട്. ഹമീദിന്റെ മകൻ ഫൈസലിന് ചീനിക്കുഴി കവലയിൽ ഒരു പലചരക്ക് കടയുമുണ്ട്, മെഹറൻ സ്റ്റോഴ്സ്. ഫൈസൽ കടയും ബിസിനസ് കാര്യങ്ങളുമായി പുറത്തുപോയ ഫൈസലിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ ലോകം. ഹമീദ് ഒറ്റയ്ക്കൊരു മുറിയിൽ. മക്കളെ ഹമീദിനടുത്ത് വിടാറുമില്ല. അവരുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയ ഹമീദിന് ഈ രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല. പലയിടത്തും ഇങ്ങനെ ഇതേമാതിരി സമാനമായ ജീവിതം നയിക്കുന്നവർ ഈ വാർത്തയിൽ നിന്നും കണ്ട ദുരന്തം അറിഞ്ഞ് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ നടത്തണം. ഹമീദിന് കുടുംബം വേണം, നല്ല ഭക്ഷണം വേണം. ചോറിൽ ചൂടുള്ള മീൻചാറും വലിയ കഷ്ണങ്ങളും മീൻ തുണ്ടങ്ങളും വേണം. ചിക്കനും ബീഫും ഒക്കെ വല്ലപ്പോഴുമെങ്കിലും വേണം. വയസ്സായില്ലേ, കൊതിയടക്കി കിടന്നോ എന്ന് പറയാൻ വരട്ടെ. വയസ്സും മനുഷ്യന്റെ ആഗ്രഹങ്ങളും പരസ്പര പൂരകങ്ങൾ അല്ല. ഒരു ബന്ധവും തമ്മിലില്ല ഇതിന്. ഹമീദിന് മിക്കപ്പോഴും അരിശമാണ്. മകനുമായി കൊമ്പ് കോർക്കുമ്പോ അച്ഛനെ നേരിടാൻ തക്ക പാകത നേടിയതിനാൽ ഫൈസൽ നന്നായി ചെറുത്തുനിന്ന് വഴക്കുണ്ടാക്കിയിട്ടുമുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ വഴക്കുകൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞറിഞ്ഞു. കവലയിൽ അടുത്ത പരിചയക്കാരോട് ഈ വസ്തുവും വീടും തിരികെ കിട്ടാൻ എന്താണ് മാർഗമെന്ന് ഹമീദ് തിരക്കിയിട്ടുമുണ്ട്. ഒരിക്കൽ വഴക്കിട്ടിറങ്ങിയപ്പോ അയാൾ പറഞ്ഞു വെച്ച ഒരു പ്രസ്താവന പാഴ്വാക്കായി പോയില്ല എന്നാണ് കവലയിലെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ചർച്ച. അയാൾ പറഞ്ഞത് ചെയ്തു. പറഞ്ഞത് ഇപ്രകാരമാണ്: ജയിലിൽ പോയാലും ആവശ്യത്തിന് ആഹാരം സമയാസമയം കിട്ടും. മട്ടനും ചിക്കനും ബിരിയാണിയും ഉണ്ടെന്ന് ഞാൻ അതിന് മടിക്കില്ലെന്നും അയാൾ പറഞ്ഞിട്ടുണ്ടത്രേ. വയോധികനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഹമീദ് ഈ കൊടും ക്രൂരത ഈ രീതിയിൽ ചെയ്യുമെന്ന് ആരും ഒരിക്കലും കരുതിയില്ല. ഹമീദ് മകന് ഇഷ്ടദാന കരാറിൽ വസ്തു നൽകുമ്പോ മരണം വരെ ഉപജീവനത്തിന് ആവശ്യമായ വിഹിതം മകൻ നൽകണമെന്ന് വ്യവസ്ഥയും ഉണ്ടായിരുന്നു. നിരന്തരം നല്ല ഭക്ഷണത്തെ ചൊല്ലി വഴക്കായപ്പോ അത് പിണക്കമായി. വീടിനുള്ളിൽ തന്നെ ഭൂഖണ്ഡങ്ങൾ പോലെ ആൾക്കാർ ഒറ്റപ്പെടാറില്ലേ? ഇവിടെയും അങ്ങനെ തന്നെ. ഒടുവിൽ ഹമീദ് സ്വന്തം പേരിലുള്ള സ്വത്ത് തിരികെ ആവശ്യപ്പെട്ട് തൊടുപുഴ മുൻസിഫ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. നിരന്തരം വീട്ടിൽ അടിപിടിയാണെന്നും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞു. മകൻ ഫൈസൽ ഹമീദിനെതിരെ 2022 ഫെബ്രുവരി 25 കരിമണ്ണൂർ പോലീസിൽ ഒരു പരാതി നൽകി. ഒരു കുടുംബം മാരകമായ വിപത്തിലേക്ക് ഓടിയെടുക്കുന്ന കാഴ്ചയാണിത്. ആ വാർത്ത ലോകം അറിഞ്ഞത് ഇങ്ങനെയാണ്: സ്വത്ത് തർക്കത്തെ തുടർന്ന് മകനെയും ഭാര്യയെയും 2 മക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ചു കത്തിച്ചു ഗൃഹനാഥൻ. 2022 മാർച്ച് 19 നാടിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. തൊടുപുഴ ഉടുമ്പന്നൂർ ചീനിക്കുഴിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകനെയും മരുമകളെയും കുഞ്ഞുങ്ങളെയും വകവരുത്തി ഹമീദ്. സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഹമീദ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫൈസലിന് പെട്രോളിന്റെയും മണ്ണെണ്ണയുടെയും ചില്ലറ വിൽപ്പന ഉണ്ടായിരുന്നു. വിൽപ്പനയ്ക്കായി ഫൈസൽ കന്നാസുകളിൽ സൂക്ഷിച്ച പെട്രോൾ ആയിരുന്നു പ്രതി ഈ ക്രൂര കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചത്. മുറി പുറത്തുനിന്ന് ഹമീദ് പൂട്ടിയിരുന്നു. വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു. ടാങ്കിൽ വെള്ളം ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തി. തീ പടർന്നപ്പോ ആദ്യം അറിഞ്ഞത് ചാടി എണീറ്റത് ഫൈസലിന്റെ മൂത്ത മകളായിരുന്നു മെഹർ. അവൾ പെട്ടെന്ന് അയൽക്കാരനായ രാഹുൽ എന്ന് പറയുന്ന ആളിനെ ഫോണിൽ വിളിച്ചറിയിച്ചു: അങ്കിൾ, പെട്ടെന്ന് വരൂ, വീട്ടിൽ തീ പടരുന്നു, രക്ഷിക്കണം. ഫോൺ കിട്ടിയ ഉടൻ തന്നെ രാഹുൽ ഈ വീട്ടിലേക്ക് ഓടിയെത്തി. രാഹുൽ നിലവിളിച്ച് മറ്റു നാട്ടുകാരും വന്നു. രക്ഷാപ്രവർത്തനങ്ങൾ കഴിയുന്നത്ര അവർ വേഗത്തിൽ ചെയ്തു. പക്ഷേ പരിസരത്തൊന്നും ഒരു തുള്ളി വെള്ളമില്ല.
ഫയർഫോഴ്സിനെ അറിയിച്ചോ ആവോ, എങ്ങനെയോ തീ അണയുമ്പോഴേക്കും കാര്യങ്ങൾ എല്ലാം ഹമീദിന്റെ പ്ലാനിംഗ് പോലെ തന്നെ അവസാനിച്ചു. ഒരു കുടുംബം ഒന്നാകെ അഗ്നിക്കിരയായി. ചീനിക്കുഴിയിൽ ആ വീട് കത്തിക്കരിഞ്ഞ് ഒരു ദുരന്തത്തിന് മാപ്പുസാക്ഷിയായി നിൽക്കുന്നു. പുതിയ വീടിന്റെ പണി പൂർത്തിയാക്കി അവിടേക്ക് താമസം മാറാൻ ഫൈസൽ ഇരിക്കെയാണ് ബാപ്പ ഫൈസലിനെയും കുടുംബത്തെയും ഇങ്ങനെ തീർത്തത്. കേട്ടാലും കണ്ടാലും മനുഷ്യർ പഠിക്കാത്ത വിട്ടുവീഴ്ചയുടെ ചെറിയ പാഠങ്ങൾ അത് ഉണ്ട്. കത്തി എടുക്കും മുന്നേ, പെട്രോൾ എടുക്കും മുന്നേ പരിഹരിക്കപ്പെടേണ്ടത് ചെറുതായി തുടങ്ങുന്ന കുടുംബ പ്രശ്നങ്ങൾ, കൊതിപ്പിണക്കങ്ങൾ. ഈ വാർത്തകൾ കേൾക്കുന്നവർ സമാന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എത്രയും വേഗം പരസ്പര ധാരണയുടെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും വഴികൾ തിരഞ്ഞെടുക്കുക. എല്ലാവർക്കുമുണ്ട് ആവശ്യങ്ങൾ, എല്ലാവർക്കുമുണ്ട് ആഗ്രഹങ്ങൾ. എല്ലാവരും മനുഷ്യരാണെന്നുള്ള അറിവും നിങ്ങൾക്ക് വേണം. പല പേരും പല മതങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യന് പൊതുവായ സ്വഭാവങ്ങൾ ഉണ്ടെന്നും അറിയുക. എല്ലാം നല്ലതിനാവട്ടെ, നല്ലത് വരട്ടെ. ഹമീദ് കുറ്റം സമ്മതിച്ചു. ഇനി മോഹിച്ച പോലെ ഹമീദിന് ജയിലഴിക്കുള്ള ശിഷ്ടകാലം കിടക്കാം. ജീവിതത്തിലെ ദുരന്തമാണ് ഇത്. മിക്കവാറും ആൾക്കാർ ആകർഷിച്ചു വരുത്തുന്നതുമാണ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നു, ഇപ്പോഴത്തെ സാഹചര്യം എന്തുമാവട്ടെ, നിങ്ങൾ നല്ലത് മാത്രം ആഗ്രഹിക്കുക. ഒരു തെളിയിക്കപ്പെട്ട തത്വമാണത്. നന്ദി.